ഉപാസനം മാതാവിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. എൻ്റെ പേര് സിസ്റ്റർ സിൻസി. ഹോളി യൂക്രിസ്റ്റ് കോൺവെൻ്റ് തോപ്പുംപടിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഡിസംബർ 15-നാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എനിക്ക് അതിശക്തമായ തലവേദനയും BP കുറയാത്തത് മൂലം ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ 2 കിഡ്നിയും ചുരുങ്ങിയതിനാൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞതിനാലാണ്. ഉടമ്പടി എടുത്ത അന്ന് തന്നെ ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം പൂശ നൽകുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി തൈലം പുരട്ടുകയും എന്നും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. വീണ്ടും ഈ ഡയാലിസിസിൻ്റെയും ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഉറക്കമില്ലായ്മയും നിമിത്തം ഒത്തിരിയേറെ ബുദ്ധിമുട്ടിപ്പോൾ മാതാവ് എൻ്റെ കൂടെ ഉള്ളതുപോലെ തന്നെ എന്നെ ഒത്തിരിയേറെ ആശ്വസിപ്പിക്കുകയും ആ ഉറക്കമില്ലായ്മ അവസ്ഥയിൽ നിന്നെല്ലാം എന്നെ ഒത്തിരിയേറെ സഹായിക്കുകയും ചെയ്തു. വീണ്ടും 2 ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ശാരീരിക അസ്വസ്ഥതകൾ കൂടിയപ്പോൾ വീണ്ടും 3 ഡയാലിസിസിലേക്കാവുകയും 2023 സെപ്റ്റംബർ 26-ാം തീയതിയോടുകൂടെ ശക്തമായ ശ്വാസമുട്ടൽ മൂലം വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും 2 ആഴ്ചയോളം ഹോസ്പിറ്റലിലായിരിക്കുകയും ചെയ്തു. ഒരാഴ്ചയോളം ICUലായിരുന്നപ്പോഴും മരുന്നിനോട് പ്രതികരിക്കാതെ ലെൻസിനും ഹാർട്ടിലുമെല്ലാം വെള്ളം കെട്ടിയതിനാൽ ആ ശക്തമായ ശ്വാസമുട്ടൽ മൂലം പ്രതികരിക്കാതെ ആയപ്പോൾ ഡോക്ടേഴ്സിന് തന്നെ സംശയമാവുകയും സിസ്റ്റേഴ്സിനോട് നിങ്ങളെ അറിയിക്കേണ്ടവരെ അറിയിച്ചു എന്ന് പറയുകയും ചെയ്യുകയാണ് ഉണ്ടായി എന്നാണ് പറഞ്ഞത്. മരിച്ചു പോകുമെന്ന് പറഞ്ഞിരുന്ന എനിക്ക് ഒരു പുതുജന്മം നൽകുകയാണ് ചെയ്തത് കൃപാസന മാതാവിൻ്റെ കാശുരൂപം സിസ്റ്റേഴ്സ് എൻ്റെ കയ്യിൽ കൊണ്ടു തരികയും സിസ്റ്റേഴ്സും എൻ്റെ അമ്മയും ഇവിടെ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് മാതാവ് എനിക്ക് ഒരു പുതുജന്മം നൽകിയത്. വീണ്ടും എനിക്ക് വേണ്ടി സിസ്റ്റേഴ്സ് കാരുണ്യപ്രവൃത്തികൾ ചെയ്യുകയും അവർ ഫാസ്റ്റിംഗ് എടുക്കുകയും ഒത്തിരിയേറെ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും എൻ്റെ ഡയാലിസിസിൻ്റെ ഫലമായിട്ട് ഉറക്കമില്ലായ്മയും 2 കൈകളിലും വേദനയും ഉണ്ടായിരുന്നു. ഇടത് കൈയിൽ ആണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ വെയിൻ കിട്ടാനും നീരും വേദനയും എല്ലാം കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വീണ്ടും വലത് കൈയിലെ ജോയിൻറ്റ് പെയിനായി തുടങ്ങിയത് മരുന്നുകൾ കഴിക്കുമ്പോൾ മാറുകയും വീണ്ടും എക്സ്റേകളെടുത്ത് MRI എടുത്ത് എന്നിട്ടൊക്കെ ഒന്നും എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ. മരുന്നുകളെല്ലാം അവസാനം ഉപേക്ഷിക്കുകയും അവസാനം കൃപാസന മാതാവിൽ തന്നെ ആശ്രയം തേടി വെഞ്ചരിച്ച ഉപ്പും ഉടമ്പടി തൈലവും ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലുമ്പോഴും അല്ലാതെ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഇവ ഉപയോഗിക്കുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അസഹ്യമായ 2 കൈകളിലും വേദനകൾ മാറുകയും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, അങ്ങനെ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ എൻ്റെ സമൂഹത്തിനും കുടുംബത്തിനും ഈ കൃപാസന മാതാവിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയും മാതാവ് എൻ്റെ ഈ രോഗാവസ്ഥയിലേക്കും ഇടപെടുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. മാതാവ് എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു.